തലയുടെ മൊത്തം സ്റ്റിച്ചാണ്. നോക്ക് കണ്ണ് കാണാൻ ഒരെണ്ണം കൂടെ കള്ളം പറയാൻ വയ്യ എനിക്ക്. ഞാൻ പറയാം 90 വയസ്സായി, ഇനി ഞാൻ ആരുടെ കള്ളം പറയായി. നട്ടലിന് 2 ഫ്രാക്ചർ ഉണ്ട്. അടിച്ചു പൊട്ടിച്ചാണ് ഒത്തിരി അടിയും ചവിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിലും കമ്പിയിട്ട് അടിച്ച് നട്ടലിൽ 2 പൊട്ടലുണ്ട്. എന്നെ ഇടിച്ച് ചട്ടത്തൊക്കെ ഇടിച്ച് ഇവിടെയൊക്കെ പുണ്ണായിരിക്കും. തൈലമൊക്കെ ഇട്ടിട്ട് തടവി ഞാനും ഇതായിരിക്കണം. എല്ലാം അടിച്ച് തള്ളി. ഞാൻ ഇതെല്ലാം വെച്ചിട്ട് എന്റെ മോനെ ഇട്ടു കൊല്ലുമായിരുന്നു. ഞങ്ങൾ പോയിരുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഴിയരികിൽ വയോധികൻ മൂത്രമൊഴിച്ചതിനെ ചൊല്ലി തർക്കം. ഒരു കുടുംബത്തിലെ വയോധികനും അതേപോലെ തന്നെ കുടുംബത്തിനും ഉൾപ്പെടെയുള്ള ആൾക്കാരെ തല്ല് ചതച്ചു. എനിക്ക് മുമ്പ് കിടക്കുന്ന നരാമൂട് സ്വദേശിയായ തുളസീധരന്റെ നട്ടലാണ് ഇപ്പോൾ അടിച്ചു തകർത്തത്. എന്താണ് ഉണ്ടായത്? ഈ പറഞ്ഞ രതീഷ് ബാബുവും സംഘവും എൻ്റെ വീട് കയറി ആക്രമിക്കുകയും എന്നെയും എൻ്റെ ഒരു പണിക്കാരൻ്റെയും എൻ്റെ മകളെയും എൻ്റെ അച്ഛനെയും തല്ലി തകർക്കുകയും ചെയ്തു. അച്ഛൻ്റെ തലയടിച്ച് പൊട്ടിക്കുകയും. കാരണം എന്താണ്? എൻ്റെ അച്ഛൻ 87 വയസ്സായ ആളാണ്. പുള്ളിക്കാരൻ റോഡ് സൈഡിൽ വിജനമായ ഒരു പ്രദേശത്താണ് മൂത്രം ഒഴിച്ചതുമായി ബന്ധപ്പെട്ട്. മൂത്രം സൈഡിൽ പുള്ളി ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാണ്. പുള്ളി വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുണ്ട് പുള്ളി രാവിലെയും വൈകുന്നേരവും ചെറിയ രീതിയിൽ കച്ചവടമുണ്ട്. ആ കടയിൽ വരുമ്പോൾ രാവിലെ വൈകുന്നേരം സമയം കിട്ടുമ്പോൾ പുള്ളിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ ഈ വിജനമായ ഒരു പ്രദേശമാണ്. അവിടെ ഒരു മതിലിൻ്റെയും ഒരു തെങ്ങിൻ്റെയും ചുവട്ടിൽ ചെന്ന് മൂത്രം ഒഴിക്കാറുണ്ട്. അതിനടുത്ത് റോഡേ ആൾക്കാർ അപൂർവമായിട്ട് ഒക്കെ ആൾക്കാർ പോകുന്നതാണ്. അതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇത്രയും വിഷയമായത്. വന്നവർക്കും കണ്ടവർക്കും നിന്നവർക്കും എല്ലാവർക്കും ശരിക്കും കിട്ടിയല്ലേ? എല്ലാവർക്കും. അതായത് എന്റെ മകള് BSc അഗ്രികൾച്ചർ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെയും ആ മോളെയും അടിച്ച് അവശയാക്കി ബോധമില്ലാതെ കിടന്ന് മെഡിക്കൽ കോളേജിലാണ് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തത്. അച്ഛനെയും അടിച്ച് തല പൊട്ടിച്ചു, കാല് പൊട്ടിച്ചു ഒക്കെ ആയിട്ട് ഫ്രാക്ചർ ഒക്കെ. താങ്കൾക്ക് ശരിക്കും എന്താണ് ബുദ്ധിമുട്ട്? നട്ടലില് അടിച്ചു. എന്റെ ഈ കണ്ണിന്റെ ഭാഗത്ത് അടിച്ചിട്ട് ഇത്രയും ഭാഗം നീലിച്ച് കിടക്കുന്ന മാത്രമല്ല, കണ്ണിന്റെ ഇവിടെ ഒരു ഫ്രാക്ചർ ഉണ്ട്. താടിയെല്ലിന് പ്രശ്നമുണ്ട്. ഇവിടെ കമ്പിയിലേക്ക് അത് 2 പല്ല് ഇളകിപ്പോയി. അപ്പൊ ഇവിടെ ഒരു പൊട്ടലുണ്ട്. പിന്നെ നടുഭാഗത്ത് കമ്പി പറ്റില്ല. ബെഡിൽ തന്നെ കിടക്കപ്പയലാക്കി. നട്ടലിന് 2 ഫ്രാക്ചർ ഉണ്ട്. അടിച്ചു പൊട്ടിച്ചാണ് ഒത്തിരി അടിയും ചവിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിലും കമ്പിയിട്ട് അടിച്ച് നട്ടലിന് 2 പൊട്ടലുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഈ കടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്കും. ഇപ്പോൾ നരാമൂട് പോലീസ് കേസെടുത്തെങ്കിലും 5 പേരെയാണ് അറസ്റ്റ് ചെയ്തത്, തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ഇതിന്റെ മെയിൻ കാരണക്കാരായ രതീഷ് ബാബു എന്ന് പറയുന്ന ബാബുക്കുട്ടൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. അയാൾ ഒളിവിലാണ്. ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നാണ് അറിവ്. പക്ഷേ അയാളാണ് കാരണക്കാരൻ. ഈ മറ്റുള്ള ആൾക്കാരെ ആരെയും നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ഈ രതീഷ് ബാബുവാണ് ഇതിലൂടെ പ്രശ്നം ഉണ്ടാക്കിയതും ഈ പ്രശ്നം തുടക്കിയത്. മൂത്രമൊഴിച്ചു എന്ന് പറയുന്നതിന്റെ ഒറ്റ വിഷയമാണ്. ചെറിയ ഈ ഒരു വിഷയമാണ് ഇതിന്റെ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. അടിച്ചു കിടക്കപ്പയലാക്കി. അതാണ് അവർ പറയുന്ന കാരണം. അല്ലാതെ വേറെ കാരണം നമ്മൾ ഒരു മുൻവൈരാഗ്യമോ യാതൊരു വിഷയമില്ല. എന്തോ പുള്ളി പ്ലാൻ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ഏകദേശം 1 മാസമായി ഇവിടെ താമസിച്ചോണ്ടിരുന്നതാണ്. പക്ഷെ 1 മാസമായി അയാൾ ഫാമിലി ആയിട്ട് താമസം മാറി വേറൊരു വീട് വാടകയ്ക്ക് താമസത്തിന് മാറിപ്പോയി. പക്ഷെ ഇപ്പോ ഈ സംഭവം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് മുൻകരുതലായിട്ട് അയാൾ പ്ലാൻ ചെയ്തതായിരിക്കാം എന്നാണ്. കാരണം അതിനോടൊപ്പം അയാളെ കുടുംബത്തെ മാറ്റി പാർപ്പിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തു. അപ്പോൾ എന്നിട്ട് അയാൾ കൊണ്ടുവന്ന് ഈ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഈ ആക്രമണം നടത്തുകയും അയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിന് യഥാർത്ഥ കാരണക്കാരായ 1-ാം പ്രതിയാണ് യഥാർത്ഥത്തിൽ പുള്ളി ഇപ്പൊ ഫ്രെയിമിലില്ല. അതാണ് സ്ഥിതി. തുളസീധരന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം ഗുരുതരമാണ്. മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ നിന്നും ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തുവെങ്കിലും ഇദ്ദേഹത്തിന് കിടക്കപ്പായിൽ നിന്നൊന്നും മൂത്രമൊഴിക്കാനൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നരാമൂട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രധാന പ്രതിയെ ഇതുവരെ നരാമൂട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇദ്ദേഹമാണ് ആ വൃദ്ധൻ. ഇദ്ദേഹം മൂത്രമൊഴിച്ചതിന്റെ പേരിലാണ് വഴിയെ നിന്നവർക്കും വന്നവർക്കും പോയവർക്കും മൊത്തം അടി കിട്ടിയത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്താണ് ഉണ്ടായത്? അവിടെ ഒരു കാലത്ത് വരുമ്പോൾ ഒരു 10 മണിക്കകത്തേ ആവുള്ളൂ. അപ്പോഴും ഒരു 6 പേരായിട്ട് 6 പേര് വന്നിട്ട് എന്നെ വണ്ടിയിലെ കടയിൽ അവിടെ കൊണ്ടുവച്ചിട്ട് മൂത്രം ഒഴിച്ചിട്ട് വലിച്ച് എൻ്റെ മുമ്പേ മുഖം കാണിച്ചിട്ടാണ് വന്നത്. പിന്നീട് ഇറങ്ങി വന്ന് എൻ്റെ കണ്ണാടി പെട്ടി 2 എണ്ണത്തിന് അടിച്ചുടച്ച്.
അതിന് ശേഷം നേരെ വന്നിട്ട് എന്നെ അടിച്ച് അങ്ങ് സ്വപ്പ കഴിഞ്ഞിട്ട് അവന്മാരങ്ങ് കയറിപ്പോയി. ഞാനും ഒരടി കൊടുത്ത്. ചുരുക്കം പറഞ്ഞാൽ കൊടുത്ത് ഒരെണ്ണം കൊടുത്ത് കള്ളം പറയാൻ വയ്യ എനിക്ക്. ഞാൻ പറയാം 90 വയസ്സായി, ഇനി ഞാൻ ആരെടുത്ത് കള്ളം പറയായി. പിന്നെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവന്മാര് അപ്പോഴും പെയ്യിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു 2 മണിക്കകത്തേ ആവുള്ളൂ. ഒരു 1-1:30 മണിയാവും. പിന്നീട് എന്റെ മോന്റെ മോളെയും തുളസിയറ എന്റെ മോനെയും അവന്റെ മോളെയും എന്റെ ചേട്ടത്തീരെ ഒരുത്തൻ ഉണ്ടായിരുന്നു അവനെയും വേറെ ഒരുത്തനും അടിച്ച് ഈ വിളി കേട്ടും കൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഓടിയാണ്. അവന്മാര് 5 പേരുണ്ടായിരുന്നു അപ്പോഴും. നേരത്തെ വന്നപ്പോ 6 പേര്. ഈ കള്ളം ആളുടെ എണ്ണം കൂടി. പിന്നീട് വന്നപ്പോ 5 പേരെ ഉണ്ടായിരുന്നു. ആദ്യം എനിക്കാ കണ്ട തലയുടെ മൊത്തം സ്റ്റിച്ചാണ്. 2 നോക്ക്, കണ്ണ് കാണാ മുതുകിന്റെ ബാക്കിൽ ഇവിടെയൊക്കെ അടിയാണ്. എനിക്ക് അനങ്ങാൻ വയ്യ. കയ്യിലിപ്പോ പൊട്ടലുണ്ടോ? പിന്നെ കയ്യിൽ കുത്തി തച്ചിട്ടേക്കുന്നത്. ഇവിടെ ഇതാ ഇന്ന് എന്റെ മരുന്ന് വയ്ക്കാൻ പോയപ്പോ എടുത്ത്. ഇനി അവിടെ കാലില് വെട്ടുണ്ട്. അപ്പൊ വെട്ടി എന്തുകൊണ്ടാ വെട്ടിയതവര്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പിടിയില്ല, അപ്പോഴും ഓർമ്മയില്ല. 2 സൈഡിലും കൂടെ ബ്ലഡ് ഇറച്ചോണ്ടിരുന്നതിന് ശേഷമാണ് പിന്നെ അത് വെട്ടി. മൂത്രമൊഴിച്ചതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം. മൂത്രം ഒഴിക്കാൻ കാരണം നിങ്ങളുടേതും പറയുന്നത് വേറെ ആണതും പറയുന്നത്. സത്യം ഞാൻ പറയുള്ളൂ. ഞാൻ ഇരിക്കുന്ന പോലെ ഇരുന്നാ മതി. എനിക്ക് ഇവിടെ 1 ഏക്കറുണ്ട്. അതിന്റെ അപ്പുറത്ത് 70 സെന്റ്. ആ അതിർത്തി വിട്ട് ഞാൻ ഒരിടത്തും പോയിട്ടില്ല. സത്യമാണ് പറയണ, കള്ളം പറയാൻ വയ്യ. സത്യം എന്ന് പറഞ്ഞാൽ സത്യമേ പറയൂ. എന്റെ വിളയുടെ അതിർത്തി വിട്ട് ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല ഇന്ന് വരെ. എനിക്ക് റോഡിന്റെ കിഴക്ക് വശം 1 ഏക്കറുണ്ട്. പടിഞ്ഞാറ് വശം റോഡിന് പോയിട്ട് 65 സെന്റുണ്ട്. അതിനപ്പുറത്ത് ഞാൻ ഒരിടത്തും സ്വന്തം വസ്തുവിൽ മൂത്രം ഒഴിക്കാൻ പോലും ഇപ്പൊ അവകാശം ഇല്ലേ? അതാണ് ഞാനും കേൾക്കണത്. എനിക്ക് പറയാനുള്ള മോനെ വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. ഞാൻ മക്കൾക്കും വില എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ ഈ ധനനിധിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തും അങ്ങനെ തന്നെ. എന്റെ 2 ആമക്കൾക്ക് കൊടുത്തതും പെമ്മക്കൾക്ക് കൊടുത്തതും എല്ലാം ധനനിധിയാണ്. 90 വയസ്സായ സോമന് തന്റെ അതിർത്തിയിൽ മൂത്രം ഒഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മൂത്രം ഒഴിച്ചതിനെ ചൊല്ലിയാണ് 6 അംഗ സംഘം ഇദ്ദേഹത്തെ പഞ്ഞിക്കിട്ടത്. 85 വയസ്സുള്ള ദുസ്സാക്ഷിയായ സുമതിക്കും കിട്ടി നല്ല തട്ട്. അമ്മയ്ക്ക് എന്താ ഉണ്ടായേ? ഞാൻ എന്താ ഈ വിളിയും കേട്ട് അവിടെ ചെന്ന് മോന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പതച്ചു വെച്ചിരിക്കണ അമ്മയ്ക്കും കിട്ടിയല്ലേടി? എന്നെ ഇടിച്ച് ചട്ടത്തൊക്കെ ഇടിച്ച് ഇവിടെയൊക്കെ പുണ്ണായിരിക്കും. തൈലമൊക്കെ ഇട്ടിട്ട് തടവി ഞാനും ഇതായിരിക്കണം. ഇത് കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ? മൂത്രം ഒഴിച്ച വിഷയം തന്നെ. അപ്പുറത്തെ വിളയിലാണ് അവരങ്ങോട്ട് തിരിഞ്ഞാണ് നിന്ന് മൂത്രം ഒഴിക്കണത്. നമ്മളെ വിളയില് അത് പിള്ളേര് വന്നോ വന്നില്ലെന്ന് ചിലപ്പം കണ്ടാ എന്താ അറിയാണ്. അങ്ങനെ അവര് മൂത്രം ഒഴിക്കും നമ്മളെ വിളയിലോട്ട്. അങ്ങോട്ട് തിരിഞ്ഞ് നമ്മളെ വിളയില് റോഡിൽ നിന്ന് മോന്റെ അതിരിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് തിരിഞ്ഞു നിന്ന് മൂത്രം ഒഴിക്കാതെ ഞാനും കണ്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇങ്ങനെ ശരിക്കും ഉപദ്രവിച്ചത് ഒടുക്കം അവര് 5-6 പേര് വന്ന് അവരെ കടനടയിൽ വന്ന് മൂത്രം ഒഴിച്ച് അവരെ കമ്പിപ്പാരയിട്ട് അടിച്ച് മണ്ടയെ പൊളന്ന് ആ രക്തക്കളമായിട്ട് എല്ലാം കൂടി അവര് രക്തക്കളമായിട്ട് മോയെന്തൊരു അച്ഛനെ അടിച്ച് തള്ളിയിട്ടോണ്ട് മാസ്റ്റർ എഴുതാൻ ഒരു പേപ്പർ എഴുതി മോയിരുന്ന് പേപ്പർ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി എഴുതി കൊണ്ടുവന്നു. എൻ്റെ മോൻ വീട്ടിനകത്ത് തുളസി മോൻ എൻ്റെ പിള്ളേനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി ഉരുട്ടി വരച്ച് കൊല്ലാതെ കൊന്നിട്ട് ഞാൻ അവൻ്റെ മോളും വന്ന് അവിടെ പച്ച വാല മടങ്ങി അരങ്ങിയിട്ടിട്ട് ഒരു മടൽ കിടന്നു. ഞാൻ എടുത്ത് 4 തടി കൊടുത്തു, 2-3 അടി കൊടുത്ത് ഞാൻ വിടുന്നടിച്ച് എല്ലാം ചെയ്തു. എല്ലാം അടിച്ചു തള്ളി. ഞാൻ ഇതെന്താ വെച്ചിട്ട് എൻ്റെ മോനെ ഇട്ടു കൊല്ലുമായിരുന്നു. ഞങ്ങൾ പോയിരുന്നു, ഞാനും പിള്ളയും കൂടി. ആ മോൻ്റെ പിള്ള ഉണ്ടായിരുന്നു, ഒരു പ്രായമായ മോള്. ആ പിള്ളയ്ക്ക് 4 അടി 2 ഇടിയൊക്കെ കിട്ടി. എൻ്റെ ഞാൻ എൻ്റെ പിള്ളയില്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ കൊന്നിടുമായിരുന്നു. ഞാൻ ചെന്ന് പച്ച മടലിട്ട് 4 അടി കൊടുത്ത്. ശരിയാ, 2-3 അടി കൊടുത്ത് അടച്ചാച്ചു. എന്നിട്ടും വിട്ടില്ല.
ഒടുക്കം മറ്റുള്ളവന്മാരെല്ലാം കൂടി അങ്ങ് വീട്ടിനകത്ത് കയറി എൻ്റെ പിള്ളേ കൊന്നു. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മാൽപ്പനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് നരുവാമൂട്.